ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും എനിക്ക് ചാലക്കുടിക്ക് പോകേണ്ട ആവശ്യം ഉണ്ടാവാറുണ്ട് കേട്ടോ, തയ്യൽ സാധനങ്ങൾ വാങ്ങിക്കാൻ തന്നെ. അപ്പോൾ ഇന്നും അങ്ങനെ ഒരു പോക്കാണ് കേട്ടോ. കുറച്ച് ലൈനിങ്ങും മെറ്റീരിയൽസും നൂലും അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. ചാലക്കുടിയിലുള്ള ശ്രീലക്ഷ്മിയിലാണ് കേട്ടോ ഇന്ന് മെറ്റീരിയൽസ് എടുക്കാൻ ഞാൻ വന്നേക്കുന്നത്. ഇവിടെ മെറ്റീരിയൽസിനായാലും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ്. പിന്നെ ഇവിടുത്തെ കസ്റ്റമർ സർവീസ് പറയാതിരിക്കാൻ പറ്റില്ല, അത്ര നല്ല കസ്റ്റമർ സർവീസാണ്. ചേച്ചിമാരൊക്കെ നല്ല ആക്റ്റീവാണ്. നമ്മളോട് എന്താ വേണ്ടേ, ഇങ്ങനത്തെ മെറ്റീരിയലാണ് വേണ്ടേ, അങ്ങനെ എന്താ പറയുക, നല്ല നല്ല ഡീലിങ്സാണ് അവർ കസ്റ്റമേഴ്സായിട്ട്. എനിക്ക് അതുകൊണ്ടായിരിക്കാം ഞാൻ മിക്കപ്പോഴും അവിടെ തന്നെയാണ് പോവാറ്. പിന്നെ നമുക്ക് നമ്മൾ മനസ്സിൽ വിചാരിച്ച സാധനം മനസ്സിൽ വിചാരിച്ച റേറ്റിലൊക്കെ അവിടെ നിന്ന് കിട്ടാറുണ്ട്. അപ്പോൾ ശ്രീലക്ഷ്മി എനിക്ക് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനായിട്ടാണ് തോന്നിയിരിക്കുന്നത്. വെറൈറ്റി ഓഫ് മെറ്റീരിയൽസ്, കോട്ടൻ്റെ ഒക്കെ ഒരു വലിയൊരു ശേഖരണം തന്നെയുണ്ട് അവിടെ. എല്ലാം നമുക്ക് ഇഷ്ടപ്പെടും, കളേഴ്സ് ആയാലും പ്രിൻ്റ് ആയാലും, പിന്നെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസുമാണ്. അങ്ങനെ ശ്രീലക്ഷ്മിക്ക് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ബിൽ പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് നമ്മൾ ഇനി കല്യാൺ സിൽസിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് എൻ്റെ മനസ്സിൽ തൊട്ടൊരു കാഴ്ചയാണ്. എൻ്റെ കുഞ്ഞുമറിയത്തിന് ഓർമ്മ വന്നു എനിക്ക് കുഞ്ഞു വാവനെ കണ്ടപ്പോൾ. ഒരെണ്ണുള്ളോ? വാ ലൈറ്റിൽ വാ. നാളെ ഇവിടെ ഉണ്ടാവോ? ഇവിടെ ഉണ്ടാവോ? ഇവിടെ ഈ സ്ഥലത്ത് തന്നെയാ? ശരി ശരി, ബൈ, ടാറ്റാ. അങ്ങനെ കുഞ്ഞുവാവയ്ക്ക് അമ്മയ്ക്കൊക്കെ ടാറ്റു കൊടുത്ത് നമ്മളിപ്പോൾ കല്യാൺ സിൽസിലെത്തിട്ടോ. ഇനി എനിക്ക് ഇവിടെ നിന്ന് കുറച്ച് പർച്ചേസിങ് ഉണ്ട്. എനിക്കല്ല, എൻ്റെ ഒരു കസ്റ്റമറിനാണ്. അപ്പോൾ ആൾക്ക് ഞാൻ എടുക്കുന്ന മെറ്റീരിയൽസാണ് ഇഷ്ടം. റേറ്റ് ഒന്നും നോക്കണ്ട, ശാലിന് ഇഷ്ടപ്പെട്ടത് എടുത്തോന്ന് പറഞ്ഞു. അപ്പം ഞാൻ എടുത്തത് ഈ യെല്ലോ കളറാണ് കേട്ടോ. യെല്ലോ കളർ, അത് ടസറിൻ്റെ മെറ്റീരിയലാണ്. പിന്നെ ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ള ശീലമാണ് ചാലക്കുടിയിൽ വരുമ്പോൾ നമ്മുടെ ഗോകുലത്തിൽ കയറിയൊരു ചായ അല്ല കേട്ടോ, കാപ്പി, ബ്രൂ കോഫി. പിന്നെ ഒരു ഉഴുന്നുവട, നല്ല ക്രിസ്പി ഉഴുന്നുവടയായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റായിരുന്നു, നല്ല കോമ്പിനേഷനാണ് ബ്രൂ കോഫിയും ഉഴുന്നുവടയും. അങ്ങനെ നല്ല ചൂട് ഉഴുന്നുവടയും കോഫിയൊക്കെ കഴിച്ച് ബിൽ പേയ്മെൻറ്റിങ്ങിന് പോയപ്പോൾ അവിടെ ഒരു ക്യൂട്ടായിട്ടുള്ള കാഴ്ച കണ്ടു കേട്ടോ. എനിക്ക് മാത്രമല്ല, അവിടെ വരുന്ന കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ അതൊരു ക്യൂട്ടായിട്ട് തോന്നി. അപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തു തോന്നുന്നു കേട്ടോ. ബസ്സിൽ കയറിയപ്പോഴും ചെറിയൊരു ക്യൂട്ടായിട്ടുള്ള കാഴ്ച കണ്ടു. അപ്പോൾ ശരി, അത്രയ്ക്കുള്ളൂ. നിങ്ങളുടെ കാര്യങ്ങൾ നടക്കട്ടെ.